പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധ സഭയുടെ കീഴിലത്തുള്ള സെൻറ് തോമസ് ധ്യാനകേന്ദ്രത്തിൽ ഒരു പ്രാവശ്യം കൂടെ തിരുവചനാഗ്നി ധ്യാനം ഓൺലൈൻ വഴി നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകിയതോർത്ത് നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവേ, കരുണയായിരിക്കണമേ. ഇന്ന് ലോകത്തിൻ്റെ വിവിധ മുക്കുകളിലും മൂലകളിലും വരുന്ന വചനം ശ്രവിക്കാൻ ഒരുങ്ങുന്ന എല്ലാ മക്കളെയും അളവില്ലാതെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് തിരുവചനത്തിൽ നിന്ന് ഒരു വചനം ഇങ്ങനെ വായിക്കാം. യാക്കോബ് 1:21. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. എങ്കിലും 22-ാമത്തെ വാക്യം, വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ അഴുക്കും ദുഷ്ടതയും ആ ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുക മാത്രമല്ല, അത് കൈക്കൊണ്ടിട്ട് അത് ചെയ്യുന്നവരും ആയിരിപ്പിനെന്ന യാക്കോബിൻ്റെ ലേഖനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. ദൈവമക്കളെ, ഇന്ന് ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിരിക്കുന്ന എത്രയും വന്ദനായ വർഗീസ് വാലയിൽ കോർപ്പിസ്കോപ്പ അച്ഛൻ തിരുവചനം വാഴ്ത്തി നുറുക്കി നൽകുമ്പോൾ ഹല്ലേലൂയ, എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ള വചനം, ഹല്ലേലൂയ, അത് ഉള്ളിൽ സ്വീകരിച്ച് സന്തോഷത്തോടെ സ്വീകരിച്ച് സൗമ്യതയോടെ സ്വീകരിച്ച് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നവരായിത്തീരുവാൻ സകല അശുദ്ധിയും അതുപോലെ മറഞ്ഞിരിക്കുന്ന പാപങ്ങളും രഹസ്യ പാപങ്ങൾ ആർക്കും മനസ്സിലാകാത്ത ഒരാൾക്കും അറിയാത്ത പാപങ്ങൾ എല്ലാം ഉള്ളിൻ്റെ ഉള്ളറയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത് ഇന്ന് വചനത്തിൻ്റെ ശക്തിയാൽ വെളിപ്പെട്ട് കിട്ടുവാൻ, ഹല്ലേലൂയ, വചനത്തിൻ്റെ ശക്തി പ്രവർത്തിച്ച് വലിയ വിടുതലും സൗഖ്യവും ഊർജവും തേജസ്സും എല്ലാം ലഭിക്കുവാൻ ഇടയായിത്തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ഉള്ളു തുറന്ന് ഹൃദയം തുറന്ന് കാത് തുറന്ന് വചനം കേൾക്കാൻ മറിയെ പോലെ കർത്താവിൻ്റെ പാദത്തിൽ അണയാം. ഹല്ലേലൂയ. ഇന്ന് അതിശ്രേഷ്ഠമായ വചനം ശ്രേഷ്ഠ ഇടയൻ നമ്മോട് പങ്കുവെക്കുമ്പോൾ, ഹല്ലേലൂയ, സ്വർഗമേ ചലിക്കണമേ, മക്കളുടെ ഹൃദയങ്ങളെ ചലിക്കുന്ന വചനം സ്വർഗം, ഹല്ലേലൂയ, ധാരാളമായി നൽകുവാൻ ശ്രേഷ്ഠാചാര്യൻ്റെ നാവ് സ്വർഗത്തിൻ്റെ നാവായി തീ നാവായി ചലിക്കുവാൻ അപ്പാ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അനേകരുടെ ജീവിതത്തിൽ ആത്മീയ സന്തോഷം അനുഭവിച്ച് തുള്ളിച്ചാടുന്ന അനുഭവം ഉണ്ടാകാൻ, സൗഖ്യം പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ശ്രേഷ്ഠാചാര്യന് വേണ്ടി വന്യാചാര്യന് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിച്ച് യേശു നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും വളരെ വിനയത്തോടെ സ്നേഹത്തോടെ യേശു നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ യൂട്യൂബിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്ന പ്രിയപ്പെട്ട മിഥുനെയും ഗാന ശുശ്രൂഷ നിർവഹിക്കുന്ന മകനെയും എല്ലാം സ്വാഗതം ചെയ്യുമ്പോൾ ധ്യാനകേന്ദ്രത്തിൻ്റെ ചുമതലയുള്ള അഭിഷിക്തർക്കും കുടുംബത്തിനും വേണ്ടി ധ്യാനകേന്ദ്രത്തിൽ താമസിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പിന് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു. ധ്യാനകേന്ദ്രത്തിലെ എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ തിരുവചനാഗ്നി ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് നെല്ലാടുള്ള വാണാക്കുടി പ്രിയപ്പെട്ട നോബിൾ ഏരിയാസാണ്. നോബിളിൻ്റെ പ്രിയപ്പെട്ട പത്നി നാളെ UK പോവുകയാണ്. UK ചെന്നിട്ട് ഒരു ടെസ്റ്റുണ്ട്, അത് പാസ്സാകാനും അതുപോലെ
മക്കളുടെ ആരോഗ്യത്തിനും കുടുംബമായി UK പോകാൻ ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് സന്തോഷത്തോടെ പോകാനുള്ള കൃപ ലഭിക്കാനും മക്കളുടെ ഭാവി ജീവിതമെല്ലാം പരിശുദ്ധാത്മ നിറവിലായിരിക്കുവാൻ, മാതാപിതാക്കൾ ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ വലിയ ആത്മീയ സന്തോഷത്തിലും ആത്മനിറവിലും ജീവിക്കുവാൻ ദൈവമേ മക്കളെ തൊട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നോബിളിനെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വേലയോട് ഒത്തിരി സ്നേഹവും താല്പര്യമുള്ള മകനാണ്. അവിടുന്ന് കൂടെ ഇരിക്കണമേ. ആത്മാവിൻ്റെ വലിയ അഭിഷേകത്തോടെ നയിക്കണമേ. എലിസബത്തിൻ്റെ യാത്രയിലെല്ലാം അവിടുത്തെ കരം മകളോട് കൂടെ ഉണ്ടായിരിക്കുവാൻ, UK ചെന്ന് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ട് എത്രയും വേഗം നല്ല ജോലി ലഭിക്കുവാൻ എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ഈ സമയം വരെ തിരുവനാഗ്നി ധ്യാനം സ്പോൺസർ ചെയ്തിട്ടുള്ള സകല മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണമേ. ധ്യാന കേന്ദ്രത്തെ വലുതും ചെറുതുമായി സഹായിച്ചിട്ടുള്ള എല്ലാവരെയും സ്വർഗീയ ഭണ്ഡാരം തുറന്ന്, പ്രത്യേകിച്ച് ഇന്ന് തിരുവനാഗ്നി ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്ന കുടുംബത്തെ, പ്രിയപ്പെട്ട നോബിളിനെയും കുടുംബത്തെയും അളവില്ലാതെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, സകല വിശുദ്ധരെ, ഇന്നത്തെ തിരുവനാഗ്നി ധ്യാനത്തിന് വേണ്ടി ഇടതടവില്ലാതെ മാധ്യസ്ഥ വഹിക്കണമേ. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലെ അഗ്നി ഇറങ്ങുവാൻ, പരിശുദ്ധാത്മാവിന്റെ അഗ്നി കത്തുവാൻ, വചനം പറയുന്ന ശ്രേഷ്ഠാചാര്യരിലും ഹല്ലേലൂയ കേൾക്കുന്ന മക്കളിലുമെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ തീ അഭിഷേകമുണ്ടാകാൻ, വചനത്തിൻ്റെ ആഴമായ അഭിഷേകമുണ്ടാകാൻ ഞങ്ങൾ കൊതിയോടെ പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകലവും കാൽവറി ക്രൂശിൻ്റെ ചുവട്ടിൽ ഏറ്റവും വിനയത്തോടെ താഴ്ത്തി സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവമേ, വേദപുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാനും ഗ്രഹിപ്പാനും അതിന് പ്രകാരം ജീവിപ്പാനും ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ബാറഖ് മോർ. 127 സങ്കീർത്തനം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവർക്കാർ വൃഥാ ജാഗരിക്കുന്നു. നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ചു കിടക്കുവാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാവുന്നു യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് തൻ്റെ ആവനാഴിയെ നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതുക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോവുകയില്ല. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ബാറഖ് മോർ. യാക്കോബിൻ വല്ലഭന്റെ ഭുജബലത്താൽ വിടുതലുണ്ട്, വിടുതലുണ്ട്. ശാലേമിൻ രാജനമീശുവിങ്കൽ വീണ്ടെടുപ്പുള്ളതിനാൽ, ശാലേമിൻ രാജനമീശുവിങ്കൽ വീണ്ടെടുപ്പുള്ളതിനാൽ, യാക്കോബിൻ വല്ലഭന്റെ ഭുജബലത്താൽ വിടുതലുണ്ട്, വിടുതലുണ്ട്. യാക്കോബിൻ വല്ലഭന്റെ ഭുജബലത്താൽ വിടുതലുണ്ട്, വിടുതലുണ്ട്. നമുക്കെല്ലാവർക്കും ചേർന്ന് നമ്മുടെ കർത്താവിനെ സന്തോഷത്തോടെ പാടി ആരാധിക്കാം. ആ വിടുതൽ നൽകുന്ന കർത്താവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, സ്തോത്രം യേശുവേ. മരണത്തിൻ ഭാഷങ്ങൾ ചുറ്റിയാലും പാതാള വേദനകൾ ഞെരുക്കിയാലും, മരണത്തിൻ ഭാഷങ്ങൾ ചുറ്റിയാലും പാതാള വേദനകൾ ഞെരുക്കി
നീറിയാലും മരണത്തിൻ ഭീകര താഴ്വരയിൽ ബലമുള്ള ഭുജത്താൽ താങ്ങിടുന്താൻ. മരണത്തിൻ ഭീകര താഴ്വരയിൽ ബലമുള്ള ഭുജത്താൽ താങ്ങിടുന്താൻ. യാക്കോബിൻ വല്ലഭന്റെ ഭുജബലത്താൽ വിടുതലുണ്ടേ, വിടുതലുണ്ടേ. അനർത്ഥങ്ങൾ അസംഖ്യമായി ഏറിയാലും പ്രതികൂലങ്ങൾ മനം നീറിയാലും അകത്യങ്ങൾ ക്ഷമിച്ച നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് നാം ആരെ ഭയപ്പെടണം, നാം ആരെ പേടിക്കണം? ഹല്ലേലൂയ. അനർത്ഥങ്ങൾ അസംഖ്യമായി ഏറിയാലും പ്രതികൂലത്താൽ മനം നീറിയാലും, അനർത്ഥങ്ങൾ അസംഖ്യമായി ഏറിയാലും പ്രതികൂലത്താൽ മനം നീറിയാലും അകൃത്യങ്ങൾ ക്ഷമിച്ച എന്നാത്മനാഥൻ അതിലെല്ലാം ജയം തരും ഭുജബലത്താൽ. അകൃത്യങ്ങൾ ക്ഷമിച്ച എന്നാത്മനാഥൻ അതിലെല്ലാം ജയം തരും ഭുജബലത്താൽ. യാക്കോബിൻ വല്ലഭന്റെ ഭുജബലത്താൽ വിടുതലുണ്ടേ, വിടുതലുണ്ടേ. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കർത്താവിനെ വീണ്ടും ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ. സത്യത്തിലും ആത്മാവിലും. ഹല്ലേലൂയ. ശത്രു സൈന്യം പാളയമിറങ്ങിയാലും അന്ധകാര ശക്തികൾ പെരുകിയാലും, ശത്രു സൈന്യം പാളയമിറങ്ങിയാലും അന്ധകാര ശക്തികൾ പെരുകിയാലും ക്രിസ്തുവാകും പാറമേൽ ഉറച്ചു നിൽപ്പാൻ ജയത്തിൻ കൊടി വീണ്ടും ഉയർത്തിടാമേ. ക്രിസ്തുവാകും പാറമേൽ ഉറച്ചു നിൽപ്പാൻ ജയത്തിൻ കൊടി വീണ്ടും ഉയർത്തിടാമേ. യാക്കോബിൻ വല്ലഭന്റെ ഭുജബലത്താൽ വിടുതലുണ്ട്, വിടുതലുണ്ട്. യാക്കോബിൻ വല്ലഭന്റെ ഭുജബലത്താൽ വിടുതലുണ്ട്, വിടുതലുണ്ട്. ശാലേമിൻ രാജനമീശുവിങ്കൽ വീണ്ടെടുപ്പുള്ളതിനാൽ, ശാലേമിൻ രാജനമീശുവിങ്കൽ വീണ്ടെടുപ്പുള്ളതിനാൽ യാക്കോബിൻ വല്ലഭന്റെ ഭുജബലത്താൽ വിടുതലുണ്ട്, വിടുതലുണ്ട്. യാക്കോബിൻ വല്ലഭന്റെ ഭുജബലത്താൽ വിടുതലുണ്ട്, വിടുതലുണ്ട്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, എല്ലാവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിശേഷാൽ നമ്മുടെ ധ്യാന കേന്ദ്രത്തിൻ്റെ സഹപ്രവർത്തകരും സഹകാരികളുമായി എന്നെ ശുശ്രൂഷിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഇതിനോട് ചേർന്ന് എപ്പോഴും സഹകരിക്കുന്ന എല്ലാ വാത്സല്യമുള്ള സുവിശേഷ പ്രവർത്തകളെയും ദൈവനാമത്തിൽ വിനയത്തോടെ പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവരെ, ശ്രേഷ്ഠ ബാബ തിരുമേനി വാർദ്ധക്യ സഹജമായ ക്ഷീണത്തിലും പ്രയാസത്തിലുമാണല്ലോ. ധ്യാനകേന്ദ്രത്തിൻ്റെ ശുശ്രൂഷകൾ ആരംഭിക്കുമ്പോഴെല്ലാം ബാബയെ സ്മരിച്ച് പോകുന്നു, സ്മരിക്കേണ്ട അത്യാവശ്യമാകുന്നു. ബാബ രക്ഷാധികാരിയായി ബാബയുടെ നേതൃത്വത്തിൽ വാത്സല്യത്തിലുള്ള ഈ സ്ഥാപനം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അദ്ദേഹത്തിൻ്റെ തൃക്കരങ്ങൾ ചുംബിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ പരിമിതമായ മിനിറ്റുകൾ നമ്മുടെ മുമ്പിലുള്ളത് അതേ ഗൗരവത്തിലും അതേ ദൈവാശ്രയത്തിലുമായി ആ സമയം പ്രയോജനകരമാക്കി തീർക്കാനായിട്ട് നമുക്ക് ഉത്സാഹിക്കാം. ഇത് കേൾവിക്കാരായിരിക്കുന്ന ഓരോ മക്കളും തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ വചന കേൾവിക്ക് വേണ്ടി ഒരുങ്ങുക. കർത്താവെ, നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, നിന്നെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ച് സർവജ്ഞനും സർവശക്തനും സർവവ്യാപിയുമായ ആ നിൻ്റെ കൃപയാൽ ഈ വചനം അനേകരിലേക്ക് പകരുവാനായി പ്രസാദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം നിങ്ങളുടെ ചിന്തയിലേക്ക് അച്ഛൻ
വായിച്ച് കേൾപ്പിക്കുകയാണ്. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരും ആയിരിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ധ്യാന വിഷയത്തിന്, ചിന്താവിഷയത്തിന് ഒരു ചെറിയ പേര് കൊടുത്തുകൊണ്ട് തുടങ്ങണമെന്നാണ് എൻ്റെ പ്രേരണ. എന്തെന്നും വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ എവിടെ എന്നുള്ള ഒരു ചോദ്യം. മനുഷ്യൻ എവിടെ? വേർ ഈസ് ദ മാൻ? മനുഷ്യൻ എവിടെ? മനുഷ്യൻ ചില കാര്യങ്ങളുടെ, ചില സംഗതികളുടെ എല്ലാം മധ്യയാണ്. ദ മാൻ ഈസ് ഇൻ ദ മിഡിൽ ഓഫ് സം തിങ്സ്. മനുഷ്യൻ ചിലതിൻ്റെ എല്ലാം മധ്യേ വസിക്കുകയാണ്. മനുഷ്യൻ ജീവനും മരണത്തിനും മധ്യേ. മനുഷ്യൻ അനേകം അപകടങ്ങളുടെയും ദുരന്തങ്ങളുടെയും മധ്യേ, ഇടയിൽ മാരകങ്ങളായ രോഗാണുക്കളുടെയും നശീകരണ പ്രവണതകളുടെയും ദുഃഖാർത്ഥമായ അനേക സംഭവങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ, പ്രശ്നങ്ങളുടെ നടുവിൽ ഈ മനുഷ്യജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രമാത്രം പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാമുള്ള ഈ ലോകത്തിൻ്റെ നടുവിലൂടെ ശാന്തമായി പോകുന്ന ഒരു വിശ്വാസി, ഒരു ദൈവ പൈതൽ, അവനെ ശക്തീകരിക്കുന്നതും ബലപ്പെടുത്തുന്നതും അവൻ ഊർജ്ജം പകരുന്നതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്ന് യാതൊരു സംശയവുമില്ല. ഒരു ഭക്തനായ പിതാവ് ഇങ്ങനെ പഠിപ്പിക്കുന്നു, ദ മോർ നിയറർ ടു ജീസസ് ദ മോർ യു ആർ സർപ്രൈസ്ഡ്. യേശുവിനോട് ചേരുന്തോറും അടുക്കും തോറും യേശു അത്ഭുതവാനാണ്. എന്തെന്നാൽ അത്ഭുതകരമായി അവൻ മനുഷ്യനെ അത്ഭുതകരമായി വഴി നടത്തുകയാണ്. കർത്താവിന് സ്തോത്രം. യേശുവിനോട് ചേരുന്തോറും, അറിയുന്തോറും, പഠിക്കുന്തോറും യേശു നമ്മുടെ ജീവിതത്തിൽ അത്ഭുതവാനായി, ദൈവപുത്രനായി, അതിശയങ്ങളും അത്ഭുതങ്ങളും അടയാളം ചെയ്യുന്നവനായി യേശുവിനെ നാം അറിയുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ കർത്താവായ യേശു സ്നേഹമോടെ തൻ്റെ കൃപയിലേക്ക് നമ്മൾ വിളിക്കുകയും ആകർഷിക്കുകയും ആ രക്ഷയുടെ ആനന്ദത്തിൽ നന്മയും കരുണയും സദാ നമ്മിൽ വർഷിച്ചുകൊണ്ട് നാം വീണുപോകാതിരിപ്പാൻ, ജീവിതത്തിൽ തോറ്റുപോകാതിരിപ്പാൻ, വിജയകരമായി നമ്മുടെ ജീവിതത്തെ നയിക്കുവാൻ കർത്താവിൻ്റെ കരുണ നമ്മൾ വർഷിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. തൻ്റെ മനുഷ്യാവതാര പ്രവർത്തനങ്ങളുടെ കാലയളവിൽ തൻ്റെ ശിഷ്യന്മാരുടെ എരിവും പകലും യേശുവിനോടുകൂടി ഇരുന്നുകൊണ്ട് ശുശ്രൂഷിക്കുമ്പോൾ അവരുടെ ശാരീരികമായ, മാനസികമായ, ആത്മീയമായ, ബൗദ്ധികമായ എല്ലാ മേഖലകളെയും തമ്പുരാൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് അവർ ഈ രണ്ടുപേരെ വിളിച്ചിട്ട് ആ യഹൂദിയ പ്രദേശങ്ങളിലൂടെ, ഗലീല പ്രദേശങ്ങളിലൂടെ കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ട് അവരെ അയക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ഈ രണ്ടുപേര് പോയി തങ്ങൾ ചെയ്തതും പ്രവർത്തിച്ചതും എല്ലാം യേശുവിൻ്റെ സന്നദ്ധിയിൽ വന്ന് അവൻ്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നത് നമുക്ക് വചനത്തിൽ കാണാനായിട്ട് കഴിയും. അങ്ങനെ അയക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന അനേകം പ്രബോധനങ്ങളുണ്ട്, അവരോട് സംസാരിക്കുന്ന വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ അതിൽ നിന്നൊരു ഭാഗമാണ് അടർത്തി എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് സുപരിചിതമായൊരു വേദഭാഗമാണ്. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അച്ഛനാത്തി ഓർപ്പിച്ചതുപോലെ മനുഷ്യൻ ചിലതിൻ്റെ എല്ലാം നടുവിൽ, ഈ വചനത്തിൽ പറയുന്ന ചെന്നായ്ക്കളുടെ നടുവിലേക്കാണ് ദൈവം അയക്കുന്നത് എന്നുള്ളതാണ്. ശിഷ്യന്മാരെ അയക്കുന്നത് ചെന്നായി തുല്യമായ മനുഷ്യരുടെ നടുവിലേക്കാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിനെ എതിർക്കുന്ന, യേശുവിൻ്റെ വചനത്തോട് മത്സരിക്കുന്ന, മറുതലിക്കുന്ന അനേകം യഹൂദിയ ഇസ്രായേലിയ പട്ടക്കാരും മഹാപുരോഹിതന്മാരും സന്നദ്ധരും സംഘവും അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടയിലൂടെ, മുന്നിലൂടെ സാധൂക്യരുടെയും പരീശരുടെയും അതുപോലെ എരിവുകാരായിട്ടുള്ള യഹൂദന്മാരായിട്ടുള്ള അനേകം വിപരീതികളായ ശത്രുക്കളുടെ മുമ്പിലേക്ക് യേശുവിൻ്റെ ദിവ്യവചനവുമായിട്ട് ഈ സ്ലീഹന്മാർ കടന്നു പോവുകയാണ്. അപ്പോൾ ചെന്നായ്ക്കൾ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് വനാന്തരങ്ങളിൽ കാണുന്ന നാൽക്കാലികളായിട്ടുള്ള ചെന്നായ്ക്കളെ കുറിച്ചല്ല, ചെന്നായി തുല്യമായ മനുഷ്യർ. അങ്ങനെ ചെന്നായി തുല്യമായ മനുഷ്യരുടെയിലേക്കാണ് യേശു വരെ അയക്കുന്നത് എന്നർത്ഥം. അവരുടെ ചിന്തകളും സ്വഭാവവും പ്രവൃത്തിയെല്ലാം ചെന്നായി തുല്യമാണ്. അങ്ങനെയുള്ള മനുഷ്യരെ തമ്പുരാൻ കാണുന്നുണ്ട്.
അങ്ങനെയുള്ള മനുഷ്യരുടെ ഇടയിലേക്ക് അപ്പോസ്തലന്മാരെ അയക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ ചെന്നായ്ക്കളുടെ നടുവിലേക്ക് അയക്കുന്നു എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്താണ് വേദപുസ്തകത്തിൽ അനേകം ജീവികളെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും ഒക്കെ പരാമർശിക്കുന്നത് കാണാൻ കഴിയും. ആകാശത്തിലെ പറവകളെക്കുറിച്ച് പറയുന്നുണ്ട്, ഇഴജാതികളെക്കുറിച്ച് പറയുന്നുണ്ട്, ഉറുമ്പ് വർഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്, വന്യമൃഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ ഒട്ടനേകം ജീവജാലങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഓരോ സന്ദർഭം വെളിപ്പെടുത്തുമ്പോൾ ചെന്നായ്ക്കളെക്കുറിച്ചും പറയുന്നുണ്ട്. എന്താണ് ചെന്നായുടെ സ്വഭാവം? ചെന്നായുടെ സ്വഭാവം കാരണം കൂടാതെ പിച്ച് ചീന്തി കടിച്ചു കൊല്ലുന്ന സ്വഭാവമാണ്. ഹിംസ സ്വഭാവമുള്ള അല്ലെങ്കിൽ ക്രൂരതയുള്ള ഒരു ജന്തുവാണ്. അത് കടിച്ച് കീറി കൊല്ലുന്ന ഒരു മൃഗമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, അങ്ങനെയുള്ള ആ ചെന്നായി കാരണം കൂടാതെ ഉപദ്രവിക്കുന്ന 69-ാം സങ്കീർത്തനത്തിൽ ഭക്തൻ പറയുന്നു, കാരണം കൂടാതെ പായിക്കുന്ന മനുഷ്യരുടെ നടുവിൽ ഞാൻ നിൽക്കുന്നു എന്ന്. അപ്പോൾ കാരണം കൂടാതെ ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവമാണ് ചെന്നായ്ക്കൾ. ആ ചെന്നായ്ക്കളുടെ നടുവിലേക്കാണ് ശിഷ്യന്മാരെ അയക്കുന്നത് എന്നർത്ഥം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിങ്ങളെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഈ കാരണം കൂടാതെ നിങ്ങളെ ഹിംസിക്കുന്ന, നിങ്ങൾ നശിപ്പിക്കുന്ന, വിമർശിക്കുന്ന, തേജോവധം ചെയ്യുന്ന അസൂയാലുക്കളായിട്ടുള്ള കഠിന മനുഷ്യരുടെ മുമ്പിൽ നിങ്ങളിങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത്. എന്താണ്? നിങ്ങൾ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, കുഞ്ഞാടിനെ പോലെ. ഈ കുഞ്ഞാട് അല്ലെങ്കിൽ ആട് അത് ചെന്നായ്ക്കൾ വരുന്നത് കണ്ട് പരിഭ്രമിച്ച് ഓടാൻ തുടങ്ങും. അങ്ങനെയുള്ളതായ സന്ദർഭത്തിൽ അതിൻ്റെ മേൽ ചാടി വീണ് അതിനെ ഉപദ്രവിക്കുന്നത് ധാരാളമായിട്ടുള്ള കാഴ്ചയാണ്. ആട്ടിടയന്മാർക്ക് എപ്പോഴും അറിയാം. അപ്പം അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ചെന്നായുടെ മുമ്പിൽ പെടുന്ന ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ അതിൽ നിന്നെല്ലാം വിടുതൽ തരുന്നവനായ ഒരു കർത്താവുണ്ട്. കർത്താവ് പറഞ്ഞു, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഇരിക്കും. നിങ്ങൾ തലയിലെ ഒരു മുടിരോമം പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിങ്ങളെ പുലർത്തും. മാത്രമേ എൻ്റെ മുഖമേറ്റുകൊണ്ട് നിങ്ങൾ പഠിക്കുക, നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഇങ്ങനെ നിരവധി ആശ്വാസത്തിൻ്റെ വചനങ്ങളാണ് യേശു തൻ്റെ ശിഷ്യന്മാരിലേക്ക് അയച്ചു കൊടുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ചെന്നായ്ക്കളുടെ നടുവിലേക്ക് ഒരാടിനെ പോലെ നിങ്ങൾ നിഷ്കളങ്കമായി പോകുമ്പോഴും ദൈവത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യവും കൃപയും നിങ്ങളോടുകൂടി ഇരിക്കുന്നതിനാൽ ചെന്നായ്ക്കൾക്ക് നിങ്ങളെ പിടിക്കുവാൻ, നിങ്ങളെ കീറുവാൻ, പിച്ച് ചീന്തുവാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങളെ ആവരണം ചെയ്തുകൊള്ളും. പഴയ നിയമത്തിൽ ധാരാളം സംഭവങ്ങളിനെ കാണുന്നുണ്ട്. തീജ്വാലയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന യഹൂദ ബാലന്മാർ, ആ തീജ്വാലയിലേക്ക് 3 പേരെ അവരെ എറിഞ്ഞു. ശദ്രക്, മേശക്, അബ്ദനോവും അവരെ എറിഞ്ഞുവെങ്കിലും 4മതൊരുവിനെ അതിൻ്റെ ഇടയിൽ കാണുന്നു രാജാവ്. ആ തീജ്വാലയിലേക്ക് അവരെ വലിച്ചിഴച്ചു കൊണ്ടുപോയി എറിയുന്നവർ തീജ്വാലയുടെ ആ ശക്തിയിൽ ദഹിച്ചു പോയി, ഭസ്മമായി പോയി. എന്നാൽ ആ തീജ്വാലയുടെ നടുവിലിറങ്ങി വരുന്നവനായ ഒരു ദൈവത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ ശക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. കുറച്ചുകൂടി മുമ്പോട്ട് വന്നു കഴിയുമ്പോൾ ദാനിയേലിനെ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് എറിയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ദാനിയേൽ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് എറിയപ്പെടുമ്പോൾ സിംഹത്തിൻ്റെ വായ് അടച്ചു കളയുന്ന ദൈവദൂതൻ, സിംഹഗുഹയിലും അവനോട് കൂടെ ഇരിക്കുവാൻ കഴിയുന്ന സ്നേഹനിധിയായ പിതൃതുല്യമായി കരുതുന്ന, സംരക്ഷിക്കുന്ന കർത്താവായ ദൈവം തമ്പുരാൻ. അതുകൊണ്ട് യേശു പറയുകയാണ്, ഞാൻ നിങ്ങളെ ചെന്നായ്ക്കളുടെ നടുവിലേക്കാണ് അയക്കുന്നത്. ഹിംസ സ്വഭാവമുള്ള കാരണം കൂടാതെ പിച്ചി കീറുന്ന ഈ ചെന്നായ്ക്കളുടെ നടുവിലേക്ക് നിങ്ങൾ പോയാലും കർത്താവിൻ്റെ തിരുസാന്നിധ്യം, കർത്താവിൻ്റെ ആണിപ്പാടുള്ള കരങ്ങൾ, കർത്താവിൻ്റെ ദൈവികമായ സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കും എന്ന് അവിടെ ഈ ശിഷ്യന്മാരോട് കർത്താവ് കൽപ്പിക്കുകയാണ്. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എന്തെല്ലാം പ്രതിസന്ധികളാണ്, എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ മുൻപും പിമ്പിലും നിൽക്കുന്നത്. നമ്മൾ വിമർശിക്കുന്ന ആളുകളും നമ്മളെ നശിപ്പിക്കുന്ന രോഗവും രോഗാണുക്കളും അപകടങ്ങളും എല്ലാം ദുരന്തമാർന്ന ഈ സാഹചര്യത്തിലൂടെയുള്ള വിശ്വാസ ജീവിതത്തിൽ തമ്പുരാൻ്റെ കൃപ, യേശുവിൻ്റെ കരുണ, യേശുവിൻ്റെ തിരുസാന്നിധ്യം, ഇസ്രായേലിൻ്റെ കാവൽക്കാരൻ ഉറങ്ങും തൂങ്ങുന്നില്ല. നമ്മൾ ഉറങ്ങിപ്പോയാലും ഉറങ്ങാത്തവനായി ദൈവിക സാന്നിധ്യത്തിൽ ദൈവം ഒരു വിശ്വാസിയെ, ദൈവപൈതലിനെ അത്യന്തം മഹനീയമായി സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ചെന്നായ്ക്കൾ നടുവിലേക്കാണ്
പ്രതികൂല സാഹചര്യങ്ങളിലേക്ക്, മോശപ്പെട്ട കാലയളവിലേക്ക്, മോശപ്പെട്ട അനുഭവങ്ങളിലേക്കാണ് ഒരു വിശ്വാസിയെ അയക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നതെങ്കിലും അവിടെ കർത്താവ് പറയുകയാണ് എന്താണ് ചെയ്യേണ്ടത്. ആകയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരും ആയിരിപ്പിൻ. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരെ. ആ കമ്പാരിഷൻ നോക്കുക, എത്രമാത്രം ചിന്തനീയമായ ഒരു കമ്പാരിഷനാണത്. പാമ്പ്, ദൈവം സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങളിലും ഏറ്റവും കൗശല ബുദ്ധിയുള്ള ജീവിയാണ് പാമ്പെന്ന് പറയുന്നത്. ഈ പാമ്പിനെ വാഹനമാക്കിക്കൊണ്ടാണ് അന്ന് സാത്താൻ ആദമിനെ വീഴിച്ചത്, അല്ലെങ്കിൽ ഹവ്വയിലേക്ക് വന്നത്. ആ കൗശല ബുദ്ധിയുള്ളവനായിരിക്കുന്ന പാമ്പ് ഹവ്വയുടെ അടുത്ത് ഇറങ്ങി വന്നു. അത് തൻ്റെ പ്രാണപ്രിയനായ ആദം എപ്പോഴോ ഒരു സാഹചര്യം മാറിയ സാഹചര്യത്തിൽ അവൻ ഇറങ്ങി വന്നത്. ബുദ്ധിമാനാണ് അവൻ. ഇറങ്ങി വന്നിട്ട് ദൈവം അവരോട് സംസാരിച്ചിരുന്ന വചനം അവനറിയാമായിരുന്നു. ആ വചനത്തിന് വിരുദ്ധമായി ഇവരെ പരിവാഹത ചെയ്തെടുക്കാൻ, അവരിൽ പരിവർത്തനം ചെയ്തെടുക്കുവാൻ അവൻ്റെ വാക്കുകൾ ധാരാളമായി. അങ്ങനെ ഹവ്വയിലേക്ക് കൊടുത്ത വചനത്തിൽ പ്രലോഭനങ്ങൾ സന്നിവേശിപ്പിച്ച് ഹവ്വയെ അവൻ്റെ ഇഷ്ടത്തിന്, ഇംഗിതത്തിന് വഴക്കിയെടുക്കുന്നതായ ഒരു സംഭവം ഉൽപ്പത്തി പുസ്തകങ്ങൾ കാണുകയാണ്. അത് നമ്മളൊരു ഇന്നത്തെ ചിന്താ വിഷയമല്ല. അപ്പോൾ പാമ്പ് ബുദ്ധിയുള്ള ഒരു ജീവിയാണ്, ഏറ്റവും ബുദ്ധിയുള്ള, കൗശല ബുദ്ധിയുള്ളതായ. അതുകൊണ്ട് പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവർ. ഇവിടെ കർത്താവ് പോസിറ്റീവായിട്ടുള്ളൊരു വശമാണ് എടുക്കുന്നത്. ഇതുപോലെ ബുദ്ധിയോടുകൂടി നിൻ്റെ ജീവിതം ചെയ്തെടുക്കുവാൻ ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെയും, ഞാനിങ്ങനെ വായിച്ചപ്പോൾ ഒരു ഭാഗം ശ്രദ്ധയിൽപ്പെട്ടത് ഓർക്കുകയാണ്. മണലാരണ്യങ്ങളിലൊക്കെ ഉള്ളതായ പാമ്പ്, അല്ലെങ്കിൽ പലസ്തീൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതായ പാമ്പ്. ഈ പാമ്പ് ശത്രുവിനെ കാണുമ്പോൾ അതിനെ അടിച്ചു കൊല്ലുന്ന മനുഷ്യനെയോ അതിനെ കൊത്തിയെടുത്ത് പറക്കുന്ന കഴുകനെയോ അങ്ങനെയുള്ളതായ ശത്രുക്കളുടെ മുമ്പിൽ പെട്ട് കഴിയുമ്പോൾ ഈ പാമ്പ് പെട്ടെന്ന് ചുരുളും, ഒരു ഫുട്ബോൾ രൂപത്തിൽ. അങ്ങനെ ഒരു ഫുട്ബോൾ രൂപത്തിൽ പെട്ടെന്ന് ചുരുണ്ട് കഴിയുമ്പോൾ ആ പാമ്പിനെ കൊല്ലാനോ ഉപദ്രവിക്കാനോ ശത്രു മുമ്പിൽ നീളനെ പോയ സാധനം പെട്ടെന്ന് ഉരുണ്ട് കണ്ടപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, രക്ഷപ്പെട്ടു പോകാൻ എളുപ്പ വഴിയാണ്. ചില സന്ദർഭങ്ങളിൽ പാമ്പ് അതിൻ്റെ തല മണ്ണിലേക്ക്, മണലാരണ്യത്തിലാണെങ്കിൽ മണ്ണിലേക്ക് പൂഴ്ത്തി മുകളിൽ ചുരുണ്ടിരിക്കും അതിൻ്റെ തലയെ സംരക്ഷിക്കാൻ. അങ്ങനെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സൂക്ഷ്മബുദ്ധിയോടെ എപ്പോഴും ആക്റ്റീവായിരിക്കുന്ന ഈ ജീവി ഒരു സാദൃശ്യമായി, മാതൃകയായി പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൽ, നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ, സിയോൻ യാത്രയിൽ ഇതുപോലുള്ളതായ ഹിംസസ്വഭാവികളായ പ്രതികൂലങ്ങളുടെ സാഹചര്യങ്ങളിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഈ പാമ്പിനെ പോലെ ബൗദ്ധികമായി ഉണർന്ന് ജ്ഞാനമുള്ളവരായി പരിജ്ഞാനത്തോടുകൂടെ ബുദ്ധിപൂർവം നിങ്ങളെ ഏൽപ്പിച്ച മിനിസ്ട്രി, നിങ്ങൾക്ക് തന്ന ജീവിതങ്ങളെ അത് മനോഹരമായി ചെയ്തെടുക്കുവാൻ യേശു തമ്പുരാൻ കൽപ്പിക്കുകയാണ്. പാമ്പിനെ പോലെ ബുദ്ധിയോടെ എവിടെ നമ്മൾ പോയാലും ആ അവെയർനെസ്, എവിടെ നമ്മൾ പ്രവർത്തിച്ചാലും ആ ജ്ഞാനമുള്ള ഒരു ഹൃദയം, പരിജ്ഞാനമുള്ള ഒരു ഹൃദയത്തോടെ നമുക്ക് ശത്രുക്കളുടെ മേൽ, വിപരീത സാഹചര്യങ്ങളുടെ മേൽ വിജയം വരിച്ചുകൊണ്ട് പോകാനായിട്ട് തമ്പുരാൻ നമുക്ക് കൽപ്പിക്കുകയാണ്. അപ്പോൾ അവരെ അയക്കുമ്പോൾ ചെന്നായ്ക്കളുടെ നടുവിലേക്കാണ് അയക്കുന്നതെങ്കിലും നിങ്ങൾ ഭയപ്പെടേണ്ട, യേശു തമ്പുരാൻ്റെ തിരുസാന്നിധ്യം, അദൃശ്യമായ സാന്നിധ്യം നിങ്ങൾ പിൻപറ്റിക്കൊള്ളും. യേശു കർത്താവിൻ്റെ തിരുസാന്നിധ്യം കൂടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ബുദ്ധിയുള്ളവരായി, ജ്ഞാനമുള്ളവരായി, ദൈവകൃപയുള്ളവരായി ഓരോ പ്രതിസന്ധികളെയും അതിജീവിച്ച് പോകണമെന്നാണ് തമ്പുരാൻ കാണിച്ചു തരുന്നത്. ദൈവത്തിന് സ്തോത്രം. പിന്നെ എന്താണ് കമ്പയർ ചെയ്യുന്നത്? നിങ്ങൾ പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരായിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അതും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കമ്പാരിഷനാണ്. പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കുക. ബുദ്ധിയിൽ പാമ്പിനെ പോലെയെങ്കിലും നമ്മുടെ പ്രവൃത്തിയിൽ, ജീവിതത്തിൽ എപ്പോഴും പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കുക. ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു മാഗസിനിൽ വായിച്ച ഒരു പാഠം ഇങ്ങനെയായിരുന്നു. ഒരു റോഡിൻ്റെ രണ്ട് വശങ്ങളിലുള്ള രണ്ട് സ്ഥാപനങ്ങൾ, രണ്ട് സ്ഥലത്താണ്, കുറേ 1-2 കിലോമീറ്ററിൻ്റെ ഡിഫറൻസ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഒരു വശത്ത്, റോഡിൻ്റെ ഒരു വശത്ത് ഒരു ചെറിയ പള്ളിയാണ്, ഓടുമേഞ്ഞൊരു പള്ളിയാണ്, വാർക്കയൊന്നുമല്ല, ഓടുമേഞ്ഞ് ചെറിയൊരു പള്ളിയാണ്. പക്ഷേ ആ പള്ളിയിൽ കുറേ പ്രാവുകൾ വന്ന് താമസിക്കുന്നുണ്ട്.
ആ പ്രദേശത്തുള്ള പ്രാവ് ഒത്തിരി പേരും ഒത്തിരി എണ്ണങ്ങൾ വന്ന് ഈ ചെറിയ പള്ളിയിൽ കൂടുകൂട്ടി അവരിങ്ങനെ കാലങ്ങളായി ഇതിനകത്ത് ഈ ചെറിയ പള്ളിയിൽ താമസിക്കുന്നു. അത് കുറുകുകയും പറക്കുകയും അങ്ങനെ അതവിടെ കഴിഞ്ഞുകൂടുകയാണ്. അങ്ങ് അല്പം അകലുള്ളതായിരിക്കുന്ന ഒരു സ്ഥാപനം, അത് ഒരു ബാറാണ്, കള്ള് ഷാപ്പാണ്, അല്ലെങ്കിൽ ചാരായ ഷാപ്പാണ്. അവിടെ എല്ലാം ഉണ്ട്. അതിൽ ഒരൊറ്റ പ്രാവ് പോലും അങ്ങോട്ട് പറന്നു പോകുന്നില്ല, അവിടെ കൂട് വയ്ക്കുന്നില്ല. എന്താണ് ഇതിൻ്റെ രഹസ്യം? എനിക്കറിയില്ല. നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ. അവിടെ പ്രാവിനെ കൂട് കൂട്ടാനുള്ള സ്ഥലമുണ്ട്, ഏറിയുണ്ട്, സൗകര്യമാണ്, വാർക്ക കെട്ടിടമാണ്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പക്ഷെ ഒരു പ്രാവ് പോലും ഈ ബാറിലേക്ക്, ഈ കള്ള് ഷാപ്പിലേക്ക്, ഈ ചാരായക്കടയിലേക്ക് ഒരു കൂടുകൂട്ടി താമസിക്കാൻ പോകുന്നില്ല. ആ ജീവി നിഷ്കളങ്കമെങ്കിലും വിശുദ്ധിയുള്ളതാണ്. അങ്ങനെ വിശുദ്ധിയുടെയും നിഷ്കളങ്കതയുടെയും ഒരു പ്രതിരൂപമാണ് പ്രാവ്. നമ്മുടെ പരിശുദ്ധ സഭയിൽ നമുക്കറിയാം, നമ്മുടെ പള്ളിയിൽ പ്രാവിൻ്റെ അല്ലെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്തെ, പരിശുദ്ധാത്മാവിൻ്റെ രഹസ്യങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ദൈവികമായ ശക്തിയെ നമ്മൾ തൊട്ടറിയുന്നത് കൊണ്ട് ആത്മാവിൻ്റെ വ്യാപാരത്തെ കാണിക്കുന്ന എല്ലാ ഇടങ്ങളിലും പ്രാവിൻ്റെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. നമ്മൾ അച്ഛന്മാർ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന തിരുവസ്ത്രത്തിൽ പ്രാവിൻ്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്. മദ്ബഹായിൽ അല്ലെങ്കിൽ പള്ളിയിൽ പലപ്പോഴും പ്രാവിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ കാരണം? പ്രാവ് വിശുദ്ധിയുടെയും നിഷ്കളങ്കതയുടെയും അടയാളമാണ്. ദൈവത്തിന് സ്തോത്രം. മറ്റനേകം പക്ഷികൾ ഈ ലോകത്തുണ്ട്, പല വിധത്തിലുള്ള പക്ഷികളുണ്ട്. വളരെ കൂർമ്മ ബുദ്ധിയും ശക്തിയുള്ളത് കഴുകന്മാരുണ്ട്. ഒരിക്കൽ ഫേസ്ബുക്കിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കഴുകൻ അങ്ങ് ഉയരത്തിൽ നിന്ന് പറന്ന് ഒരു ജലാശയത്തിലേക്ക് അത് ശക്തമായി ഇടിച്ചിറങ്ങി വന്നിട്ട് ആ വെള്ളത്തിന് 2-3 മീറ്ററൊക്കെ താഴെ നിൽക്കുന്ന മത്സ്യത്തെ അതിൻ്റെ കാലുകളിൽ അത് പൊക്കിയെടുത്തുകൊണ്ട് പറന്നു പോകുന്നത് കാണാൻ കഴിയും. മൊയിലൊക്കെ പറന്നു പോകുമ്പോഴും മൊയിലിനെ അതിൻ്റെ നഖങ്ങളിൽ ഇറുക്കിയെടുത്തുകൊണ്ട് പറന്നു പോകുന്നത് കഴിയും. അങ്ങനെ ബലമുള്ളതായ, ശക്തിയുള്ളതായ, ബുദ്ധിയുള്ളതായ മറ്റ് പക്ഷികളെല്ലാം ഉണ്ട്. എന്നാൽ അതിനോടൊന്നും കമ്പയർ ചെയ്യുന്നില്ല. നിങ്ങൾ പ്രാവിനെ പോലെ വിശുദ്ധിയുള്ളവരും നിർമ്മലതയുള്ളവരും നിഷ്കളങ്കരുമായി നിങ്ങളുടെ ആധ്യാത്മിക ജീവിതം നയിക്കുവാൻ കർത്താവ് ഉദ്ദേശിക്കുകയാണ്. ദൈവമക്കളെ, സമയം മുന്നോട്ട് പോകുന്നുണ്ട്. അച്ഛനിവിടെ ഈ ഭാഗം നിർത്തട്ടെ. നിങ്ങളതുകൊണ്ട് നിങ്ങളെ ഞാൻ അയക്കുന്നു ചെന്നായ്ക്കളുടെ നടുവിൽ, കാരണം കൂടാതെ ഉപദ്രവിച്ച് പീഡിപ്പിക്കുന്നതായ തികച്ചും മോശമായ പരിവരുത്തമായ സാഹചര്യത്തിൽ വേദപുസ്തകവും ഏന്തി സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ, ആധ്യാത്മിക വേലയ്ക്ക് വേണ്ടി നിങ്ങളും കുടുംബവും സമർപ്പിക്കപ്പെടുമ്പോൾ, അങ്ങനെയുള്ളത് അയൽക്കാരോ ബന്ധപ്പെട്ടവരോ എല്ലാം നമ്മൾ വിമർശിക്കാൻ തുടങ്ങുമ്പോൾ, അവിടെ എല്ലാം നടുവിൽ നിങ്ങൾ എന്തു ചെയ്യണം? നിങ്ങൾ ആ ചെന്നായി സ്വഭാവമുള്ളതിന് സാഹിത്യ നടുവിൽ പാമ്പിനെ പോലെ ബുദ്ധി, പ്രാവിനെ പോലെ നിഷ്കളങ്കരായി ജീവിത വിശുദ്ധിയിൽ, ആത്മശക്തിയിൽ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നിലനിൽക്കുക എന്നർത്ഥം. അപ്പോസ്തലന്മാർ ഇത് അതുപോലെ സ്വീകരിക്കുന്നു കാണാൻ കഴിയും. അപ്പോസ്തലന്മാർ തമ്പുരാൻ പറഞ്ഞ വചനം അതുപോലെ സംശീകരിച്ച് ശ്രദ്ധയോടെ അവരുടെ ആധ്യാത്മിക മണ്ഡലങ്ങളിൽ ഇങ്ങനെ തന്നെയാണ് പരിവർത്തനം ചെയ്തത്. അവരെ കൊണ്ടുപോകുമ്പോഴും വിസ്തരിക്കുമ്പോഴും പീഡിപ്പിക്കുമ്പോഴും ആ പീഡനങ്ങൾക്കൊന്നും അവർ തടുതല പറഞ്ഞ് എതിർക്കുന്നില്ല. അവരുടെ അരുമനാഥനായ യേശു ഗുരുനാഥൻ കാണിച്ചു കൊടുത്തതുപോലെ തന്നെ ഗെത്സമന തോട്ടത്തിൽ നിന്ന് യേശു തമ്പുരാനെ പിടിച്ചു, അവനെ അടിച്ച് തകർത്തു. അന്ന് രാത്രി 5 പ്രാവശ്യം വിസ്തരിച്ച് അവനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ച് അന്ന് മുതൽ ഒരു ഫുട്ബോൾ കോർട്ടിൽ കുട്ടികൾ ഫുട്ബോൾ ചവിട്ടി മെതിക്കുന്നത് പോലെ യേശുവിനെ അതിശക്തമായി പീഡിപ്പിച്ചു, അവനെ ഉപദ്രവിച്ചു. ഉള്ളങ്കാൽ തുടങ്ങി ഉച്ചവരെയും തകർക്കപ്പെട്ടവനായി. എന്നാൽ ഒരു കുഞ്ഞാടിനെ പോലെ പ്രതികരിക്കാൻ തനിക്ക് ശക്തി ഉണ്ടായിരുന്നിട്ടും, അനേക സ്വർഗീയ സേനകളെ വിന്യസിപ്പിക്കാൻ കഴിയുമായിരുന്നിട്ടും, ദൈവപുത്രനായി സർവശക്തനായവൻ വിനയാന്വിതനായി ഒരു കുഞ്ഞാടിനെ പോലെ അതെല്ലാം സഹിച്ചുകൊണ്ട് കാൽവറി ക്രൂശോളം അനുസരണമുള്ളവനായി താഴ്മയോടെ സ്നേഹത്തോടെ തന്നെ ഏൽപ്പിച്ച ആ ദിവ്യമായ ശുശ്രൂഷ, കാൽവറി ക്രൂശിലെ യാഗം തന്നെ ഏറ്റെടുത്ത് നിറവേറ്റിയത് അപ്പോസ്തലന്മാരെ സ്വന്തം ജീവിതത്തിൽ കണ്ടവരും അനുഭവിച്ചവരുമാണ്. ഇങ്ങനെയുള്ളതായ സാഹചര്യങ്ങളിൽ കർത്താവ് കൽപ്പിച്ച വചനം അവർ സ്വന്തം മനസ്സിൽ സ്വീകരിച്ചുകൊണ്ട് ആ ക്രൂശെല്ലാം സഹിച്ചുകൊണ്ട്
അവർ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായി, പ്രാവിനെ പോലെ നിഷ്കളങ്കരായി കർത്താവായ യേശുവിനെ ശുശ്രൂഷിച്ച് അവരെ മിനിസ്ട്രി സക്സസ് ആക്കിയതുപോലെ ആ സന്ദേശം നമ്മിലേക്കും തരികയാണ്. നമ്മളൊക്കെ ഗാർഹിക കുടുംബപരമായ അനുഭവങ്ങളിൽ പൊതുജീവിതത്തിൽ പോകുന്നിടത്തൊക്കെ ഈ വചനം നമ്മളെപ്പോഴും ശക്തീകരിക്കുന്നതാണ്. ചെന്നായ്ക്കളുടെ നടുവിലാണ്, പരിവർത്ത സാഹചര്യത്തിലാണ്. എങ്കിലും ദൈവമക്കളെ, അതിൻ്റെ നടുവിൽ നമ്മൾ ബുദ്ധിയുള്ളവരായി, ദൈവിക ജ്ഞാനം പ്രാപിച്ചവരായി, ആത്മീയ ശക്തിയുള്ളവരായി, പ്രാവിനെ പോലെ നിഷ്കളങ്കരായി, വിശുദ്ധിയുള്ളവരായി, നമ്മുടെ ദർശനത്തോടെ, ആത്മീയമായ ചൈതന്യത്തോടെ നല്ല സാക്ഷികളായിരിക്കാൻ നമുക്ക് പ്രത്യേകം ഒരുങ്ങാം. തമ്പുരാൻ സഹായിക്കട്ടെ. വേർ ഈസ് ദ മാൻ? മാൻ ഈസ് ഇൻ ദ മിഡിൽ ഓഫ് സംതിങ്സ്. ഒന്ന് ചെന്നായ്ക്കളുടെ നടുവിലേക്ക് അയക്കപ്പെടുന്നു. രണ്ടാമത്തേത് യെശയ്യാ പ്രവചനത്തിൻ്റെ പുസ്തകം നമുക്ക് കാണാം. 6-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുവെഴുത്താണ്. അതിപ്പോൾ നമുക്ക് വിശദീകരിക്കാൻ സാധ്യമല്ലെങ്കിലും നിങ്ങളുടെ സ്നേഹത്തോടെ അച്ഛൻ പറയണം. അവിടെ പറയുന്നത് യെശയ്യാവ് ദർശനം കാണുന്നു. എന്താണ് ആ ദർശനം? ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ യഹോവയായ ദൈവം ഇരിക്കുന്നത്. അവൻ്റെ വിളമ്പലുകളാൽ പള്ളിയകം മുഴുവൻ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആ മഹത്വമേറിയ കാഴ്ച കണ്ടിട്ട് തന്നെ വിറച്ചുപോയി. അവനപ്പോൾ അത് കണ്ടിരുന്നിട്ടും പറഞ്ഞു, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യൻ, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ പാർക്കുന്നു. ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ പാർക്കുന്നു. ഒന്ന് ചെന്നായ്ക്കളുടെ നടുവിൽ, രണ്ട് ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ നാം പാർക്കുന്നവരാണ് എന്ന് ഈ വചനം നമ്മെ അറിയിക്കുകയാണ്. യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ 5-6 പ്രാവശ്യങ്ങളിൽ ജനത്തെ നോക്കി, ദൈവാലയത്തിലെ ശുശ്രൂഷകരെ നോക്കി, പ്രവർത്തകരെ നോക്കി കഷ്ടം വയ്ക്കുന്ന യെശയ്യാവിനെ കാണാം. അവനൊരു നല്ല വിമർശകനായിട്ട് അവിടെ കാണുകയാണ്. ഓരോന്ന് നോക്കിക്കണ്ടുകൊണ്ട് കഷ്ടം കഷ്ടം എന്ന് പറഞ്ഞ് ഓരോരുത്തരുടെയും കുറ്റങ്ങൾ ആരോപിച്ച് കഷ്ടം വെച്ച് പോകുന്ന പ്രവാചകൻ ഒരു സാധാരണ ജീവിതത്തിൻ്റെ ഉടമയാണ്. അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ്. വിമർശിച്ചു കൊണ്ടിരിക്കുക. എത്ര ഉന്നതമായ സ്ഥാനത്താണെങ്കിലും, പാകതയുള്ളവനാണെന്ന് തോന്നുമെങ്കിലും, നല്ല മര്യാദക്കാരാണ് കൊള്ളാമെന്ന് തോന്നുമെങ്കിലും മിക്കവാറും വിമർശനങ്ങളുടെ മേഖലയായിരിക്കും. അല്പം വിമർശിക്കുക. ഒരു പക്ഷെങ്കിൽ ആരോഗ്യകരമായ വിമർശനം നല്ലതാണ്. ഒരു ദൈവദാസൻ്റെ ജീവിതത്തിലേക്ക് നോക്കി, ഒരു സഭാ ശുശ്രൂഷൻ്റെ ജീവിതത്തിലേക്ക് നോക്കി, ഒരു വിശ്വാസയുടെ ജീവിതത്തിലേക്ക് നോക്കി സൗഹൃദമായി തെറ്റുകൾ പറയുന്നത്, കുറവുകൾ പറഞ്ഞു കൊടുക്കുന്നത്, അവനെ പോസിറ്റീവായ എനർജി ഉണ്ടാക്കുവാനായിട്ട് ആരോഗ്യകരമായ വിമർശനങ്ങൾ അവനോട് ഉന്നയിക്കുന്നത് വളരെ നല്ലതാണ്. പ്രിയപ്പെട്ട ഒരു പക്ഷെങ്കിൽ യെശയ്യാവിൻ്റെ ശുശ്രൂഷ അങ്ങനെ ആയിരുന്നേക്കാം. ഏതായിരുന്നാലും 5-ാം അധ്യായത്തിൽ കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 6 പ്രാവശ്യം പ്രവാചകൻ ഇസ്രായേൽ ജനത്തെ നോക്കി കഷ്ടം പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിരുന്ന വിമർശകനായിരിക്കുന്ന ഒരു ദൈവപുരുഷൻ ഇവിടെ ഒരു സംഭവം നടന്നു. അവൻ മഹത്വമുള്ളവനായി ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ വസിക്കുന്ന സ്വർഗീയ ഉന്നതങ്ങളിലുള്ള ദർശനത്തെ അവൻ കണ്ടപ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് അവൻ നോക്കി. അപ്പോഴാണ് അവൻ്റെ ദുഷിച്ച ജീവിതത്തെ, പാപകരമായ ജീവിതത്തെ, ഒന്നുമില്ലാത്ത ജീവിതത്തെ, തകർന്നുപോയ ജീവിതത്തെ അവനെ കാണാൻ സാധിക്കുന്നത്, അവൻ്റെ കാഴ്ചയിൽപ്പെടുന്നത്. അപ്പോഴാണ് അവൻ വിളിച്ചു പറയുന്നത്, ഞാൻ ശുദ്ധിയില്ല, അയ്യോ കഷ്ടം, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള മനുഷ്യൻ. ഒന്ന് അവനെക്കുറിച്ച് തന്നെ അവന് കണ്ടെത്താൻ കഴിയും. ദൈവത്തിനെ സ്തുതി. അവനിലേക്ക് അവൻ നോക്കി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ ദൈവപൈതൽ മനസ്സിലാക്കുന്ന ഓരോ വിശ്വാസി ആദ്യമേ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മിലേക്ക് നോക്കുക. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ എൻ്റെ ഓർമ്മ ആ തിരുവെഴുത്താണെന്നാണ്. അവിടെ നാം കാണുന്നത് ധൂർത്തപുത്രൻ, അപ്പോൾ അവന് സുബോധം വന്നു എന്നെഴുതിയിട്ടുണ്ട്. അപ്പോൾ അവന് സുബോധം വന്നു. അതിൽ ഇംഗ്ലീഷ് വേർഷൻ, കിങ് ജെയിംസ് വേർഷനിൽ പറയുന്നത് ഹി കെയിം ടു ഹിംസെൽഫ് എന്നാണ്. അവനിലേക്ക് വന്നു എന്നാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓരോ ദൈവ പൈതലും വിശ്വാസിയും ആദ്യമേ ആവേണ്ടത് അവനിലേക്ക് വരിക, നമ്മിലേക്ക് വരിക. ഒരു കണ്ണാടിയിൽ നമ്മൾ നോക്കി നമ്മുടെ മുഖഭാവവും ശരീര സൗന്ദര്യവും എല്ലാം നമ്മൾ നോക്കി നിന്ന് കാണുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം വിടർത്തി വായിച്ച് ധ്യാനിച്ചുകൊണ്ട് ദൈവവചനത്തിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മെ കാണുവാൻ കഴിയുക, നാം നമ്മിലേക്ക് വരാൻ കഴിയുക. അപ്പോഴാണ് ഈ പ്രവാചകന് ഭാഗ്യം ദൈവം കൊടുത്തു. അപ്പോഴാണ് പറഞ്ഞു, അയ്യോ എനിക്ക് കഷ്ടം,
ദൈവവചനത്തിൻ്റെ ആ വെളിച്ചത്തിലൂടെ നമ്മൾ പോകുമ്പോഴാണ് അയ്യോ ഞാനൊരു പാപി, ഇത്ര ഒരു പാപിയായിരുന്നല്ലോ, ഇങ്ങനൊരു മോശപ്പെട്ടവനായിരുന്നല്ലോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നത്. അതാണ് യഥാർത്ഥമായ അനുതാപം എന്ന് പറയുന്നത്. നമ്മളെ തന്നെ നമുക്ക് കണ്ടെത്തുവാൻ, ഞാനൊരു പാപിയാണെന്ന് കണ്ടെത്തുവാൻ, ദൈവസന്നിധിയിൽ മഹാപരിശുദ്ധനായ ദൈവത്തിന് മുമ്പിൽ ഞാനൊരു നികൃഷ്ടനായ പാപിയാണെന്ന് കണ്ടെത്തുക, അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. അവിടെയാണ് അനുതാപം, അവിടെയാണ് മാനസാന്തരം, അവിടെയാണ് ദൈവാനുഭവം, അവിടെയാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. അങ്ങനെ അവനിലേക്ക് അവൻ നോക്കിയപ്പോഴും മനസ്സിലായി, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത തരമുള്ള മനുഷ്യനാണ്. പ്രിയപ്പെട്ടവർ, ഈ ഒരു ഭാഗ്യം ദൈവം നമുക്ക് നൽകട്ടെ. നമ്മുടെ വാക്കുകൊണ്ടുള്ള, നമ്മുടെ സംസാരം കൊണ്ടുള്ള, നമ്മുടെ പ്രവൃത്തിയിൽ നിന്നുള്ള അനേക തെറ്റുകൾ, കുറവുകളെല്ലാം നമ്മൾ കണ്ടെത്തിയിട്ട് ദൈവമേ ഞാൻ പാപിയാണ് എന്ന് ദൈവസന്നിധിയിൽ സമ്മതിച്ച്, ദൈവസന്നിധിയിൽ കുറ്റസമ്മതം നടത്തി ഒരു സത്യകുമ്പസാരം നടത്തുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നിധി, സമ്പത്ത് എന്ന് പറയുന്നത് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവുമാണ്. കടങ്ങൾക്ക് പരിഹാരം, പാപങ്ങൾക്ക് മോചനം ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ അനുഭവങ്ങളിലൂടെ മാനസാന്തരത്തിൻ്റെ, അനുതാപത്തിൻ്റെ ആ വഴിയിലൂടെ വന്ന് ദൈവസന്നിധിയിൽ നാം കുറ്റക്കാരനാണെന്ന് നമ്മെക്കുറിച്ച് കണ്ടെത്താൻ കഴിയുക. ഇവിടെ യശയ്യാവിന് ഭാഗ്യം കിട്ടി. അവൻ പറയുകയാണ്, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ളൊരു മനുഷ്യനാണെന്ന് തന്നെ കണ്ടെത്തി. പിന്നെയാണ് അവൻ പറയുന്നത്, അപ്പോഴാണ് മനസ്സിലാകുന്നത് എന്താണ്, ഞാൻ താമസിക്കുന്നിവിടെയാണ്, ഞാൻ ജീവിക്കുന്നിവിടെയാണ്, എൻ്റെ സൊസൈറ്റി എങ്ങനെയുള്ളതാണെന്ന് അവന് മനസ്സിലാകുന്നത്. ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിലാണ്. ജനങ്ങളിലേക്കെല്ലാം മൊത്തമായിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ എല്ലാ ജനങ്ങളിലും ഇതുപോലെ കുറ്റങ്ങളും കുറവുകളും അശുദ്ധിയും വ്യാപിച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ തുടങ്ങി. ശുദ്ധിയില്ലാത്ത അതരങ്ങൾ എന്ന് പറയുമ്പോൾ ഹൃദയത്തിലൊന്ന് മറച്ചു വെച്ചിട്ട് നാവ് കൊണ്ട് മുഖസ്തുതികൾ പറയുകയും, ചിലപ്പോഴും നാവിൽ നിന്ന് അബദ്ധങ്ങൾ, അരുതായ്മകൾ വരികയും, അശുദ്ധ സംഭാഷണങ്ങൾ വരികയും, നിയന്ത്രണമില്ലാത്ത നാക്ക് എന്നർത്ഥം. നാവ് എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നു, അതൊരു തീയാകുന്നു എന്ന്. നാവിൽ നിന്ന് മുമ്പിൽ വരുന്ന വാക്കുകൾ ഒരു തീ പോലെയാണ്. ആ നാവിൻ്റെ തുമ്പിൽ നിന്ന് വരുന്ന തീ പോലെയുള്ളതായ വാക്കുകളുടെ പ്രയോഗം കൊണ്ട് അനേക സംഭവങ്ങൾ, അനേകം അരുതായ്മകൾ, കെടുതികൾ, ദുരന്തങ്ങൾ ലോകം വിവരിക്കേണ്ടി വരുന്നു. കുടുംബ കലഹം, അയൽവക്കത്തെ കലഹം, സമൂഹത്തിലെ കലഹം, പള്ളിയിലെ കലഹം, പള്ളിയിലെ ഗ്രൂപ്പിസം, സഭയിലെ വഴക്ക്, നാനാ കാര്യങ്ങൾ ഇതുപോലെ നമുക്ക് കാണുവാനായി കഴിയും. എല്ലാം നാവിൻ തുമ്പിൽ വന്നതായ അശുദ്ധ സംഭാഷണത്തിലൂടെയാണ്, നാവിൻ തുമ്പിൽ വന്നതായ വചനത്തിലൂടെയാണ് സംഭവിച്ചത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യെശയ്യാവ് പറയുകയാണ്, ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിലാണ് നാം താമസിക്കുന്നത്. അതുകൊണ്ട് ബി കെയർ, നീ ശ്രദ്ധിച്ച് ജാഗ്രതയുള്ളവനായിരിക്കണം. നീ സംസാരിക്കുമ്പോൾ, നീ പ്രവർത്തിക്കുമ്പോൾ, നീ അവരോട് ചേർന്ന് പോകാതെ നിന്നെ തന്നെ നീ ശുദ്ധീകരിച്ച് സൂക്ഷിക്കണമെന്നാണ് വിശുദ്ധനായ അഗസ്റ്റിനോസ് പഠിപ്പിക്കുന്ന സെന്റ് അഗസ്റ്റിൻ പറയുന്ന ഒരു വചനമുണ്ട്, യു ആർ നോട്ട് ഐസൊലേറ്റഡ് ബട്ട് യു ആർ സെപ്പറേറ്റഡ് എന്ന്. നീ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവനാകരുത്, പക്ഷെ നീ വേർതിരിക്കപ്പെട്ടവനായിരിക്കണം. എങ്ങനെയാണ് വേർതിരിക്കുന്നത്? നിൻ്റെ വാക്കിൽ, നിൻ്റെ പ്രവൃത്തിയിൽ, നിൻ്റെ ജീവിത ശൈലിയിലെല്ലാം ഒരു വേർപാടിൻ്റെ, ദൈവവൈതലിൻ്റെ മുദ്രണം, ആ ദൈവവൈതലിന് അനുസരണമായ, ആ സിയോൻ സഞ്ചാരിക്കനുസരണമായ, വിശ്വാസിക്കനുസരണമായ ഒരു വേ ഓഫ് ലൈഫ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ. 2 കാര്യങ്ങളാണ് പറഞ്ഞത്. വേർ ഈസ് ദ മാൻ, മനുഷ്യനെവിടെ? ഒന്ന്, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ അയക്കപ്പെട്ട ആ സ്ഥിതിയാണ്. പക്ഷേ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായി നിൽക്കുമ്പോൾ കർത്താവായ യേശുവിൻ്റെ അത്ഭുതമായ കരങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വകാര്യങ്ങളെ അത്ഭുതകരമായി വിജയകരമായി നടത്തും. 2, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ ചുറ്റുമുള്ള ആളുകൾ, വീട്ടിലോ പരിസരത്തോ പോകുന്നിടത്തോ പ്രവർത്തിക്കുന്ന എല്ലാവരും ഒരുപോലെ, ഒരു മനുഷ്യനും, എല്ലാ മനുഷ്യനും ഒരുപോലെ പാവം ചെയ്ത് കൊള്ളരുത്താവരായി എന്ന് വചനം പറയുന്ന പോലെ അങ്ങനെയുള്ള ജനത്തിൻ്റെ നടുവിൽ പോകുമ്പോൾ നീ നിന്നെ തന്നെ സൂക്ഷിക്കുക. യു ആർ നോട്ട് ഐസൊലേറ്റ് ബട്ട് യു ആർ സെപ്പറേറ്റഡ്. അവിടെ എല്ലാം വേർപാടിൻ്റെ, വേർതിരിക്കപ്പെട്ട വിശുദ്ധിയുടെ ഒരു മാർഗത്തിൽ അങ്ങനെ ജീവിച്ചുകൊണ്ട് കർത്താവിന് പ്രസാദകരമായി ഒരു സിയോൻ യാത്ര ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ ഒരുക്കുകയാണ്, വിളിക്കുകയാണ്. ആ വിളി കേട്ടുകൊണ്ട് ഈ കൃത്യമായി, സത്യമായി
ദൈവ വചനാനുസരണമായി സാക്ഷ്യമുള്ള ഒരു ജീവിതം ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ, കൃപ ചെയ്യട്ടെ. കർത്താവായ യേശുവിന് രണ്ടാമത്തെ വരിൽ പ്രിയമുള്ളവരായി മധ്യവാനിൽ യേശു വരുമ്പോൾ അനേക വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവരുടെ കൂട്ടത്തിലൊന്ന് ഉയർക്കൊള്ളാൻ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവസ്ഥരായ നിത്യജീവനവാസികളായി തീരുവാൻ ഈ വചനങ്ങളെല്ലാം നമുക്ക് മുഖാന്തരങ്ങളാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. കാരുണ്യവാനായ കർത്താവേ, ദൈവമേ, നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ദൈവമേ, ഞങ്ങൾ കേട്ടതായ വചനം ജീവൻ്റെ വചനം, നിൻ്റെ തിരുവായിൽ നിന്ന് കൽപ്പിച്ചതായ വചനം, ചെന്നാക്കിടുന്ന ആടിനെ പോലെ ഐക്യപ്പെട്ട ശിഷ്യന്മാർ, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരമായി വർത്തിച്ച് വിജയം വരിച്ചതുപോലെ ഞങ്ങളുടെ കൊച്ചു കൊച്ചു ജീവിതത്തിൽ വിജയകരമായ ഒരു ആത്മീയ ജീവിതം ചെയ്യുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വിശുദ്ധിയോടെ നിലനിൽക്കുവാൻ ഞങ്ങളെ ഇന്ദ്രിയങ്ങളെ, ഞങ്ങൾ ആധ്യാത്മിക ജീവിതത്തിൻ്റെ സർവാത്മന എല്ലാ അനുഭവങ്ങളെയും അവിടെ യോഗ്യമാക്കി തീർക്കണമേ, ശുദ്ധീകരിക്കണമേ. യേശു മിശിഹായുടെ നാമത്തിൽ തന്നെ ആമീൻ. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഇതുവരെയും ഒന്നേ ആചാര്യനിൽ കൂടി നാം തിരുവചനം ശ്രമിക്കുകയായിരുന്നല്ലോ. ഈ വചനം ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമാകുന്നു. അത് കർത്താവിൻ്റെ വചനമാണ്. ആ വചനം ഫലം അണിയേണ്ടതാണ്. 30, 60, 100 മേനിയായി ഫലം തരുവാൻ തക്കവണ്ണം കർത്താവിനോട് നമുക്ക് യാചിക്കാം. വചനം പ്രഘോഷിച്ചതായ വന്യാഭിഷിക്തനെ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നന്ദിയോടെ ഇങ്ങനെ പ്രാർത്ഥിക്കാം. കരുണയുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സമയത്തിനായി നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് കേൾപ്പിച്ചതായ വചനങ്ങൾക്കെല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു. ആ വചനമനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ ആ വചനം പ്രായോഗികമാകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപ അധികമായി ലഭിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ വചനം കേട്ട് അതിൽ കൂടി ജീവിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാം. സങ്കീർത്തനങ്ങൾ 34:3 പറയുന്നത് പോലെ നാം ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം, നാം ഒരുമിച്ച് അവനെ ആരാധിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഒന്ന് ചേർന്നുകൊണ്ട് ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നുകൊണ്ട് ഈ ഓൺലൈൻ മാധ്യമത്തിൽ കൂടെ നിന്റെ പാദത്തിലേക്ക് അണയുകയാണ്. കർത്താവെ, നീ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേൾപ്പിച്ച വചനത്തിനനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം നിന്റെ കൃപ ധാരാളമായി ഞങ്ങളിലേക്ക് പകരണമേ എന്ന് അപേക്ഷിക്കുന്നു. പരിശുദ്ധ സഭയെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചിരുന്നു. പരിശുദ്ധ പാത്രിക സ്വഭാവയെ ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. കർത്താവെ, ഈ നൂറ്റാണ്ടിലെ സഭയെ നയിപ്പാൻ തക്കവണ്ണം ആവശ്യമായ കൃപാവരങ്ങളാൽ നിറയ്ക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. സൃഷ്ടഭാവ തിരുവേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, 94-ന്റെ നിറവിലേക്ക് കടന്നിരിക്കുന്ന ഈ കാലയളവിൽ നീ ഇതുവരെയും വഴി നടത്തിയ നിന്റെ വലിയ കൃപകൾക്കായി നിന്നെ സ്തുതിച്ച് സ്തോത്രം ചെയ്തുകൊണ്ട് അപേക്ഷിക്കുന്നു. കർത്താവെ, ഇനിയും അവിടുന്ന് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആയുസ്സും ആരോഗ്യവും കൊടുക്കണമേ. കർത്താവെ, അവങ്കിലേക്ക് നോക്കി പ്രകാശിതരവരുടെ മുഖം ലഭിച്ച പോലുള്ള വചനത്തിനനുസരിച്ച് കർത്താവെ ഇനിയും ജീവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അഭിനന്ദ പിതാക്കന്മാരെയും സമർപ്പിച്ചിരുന്നു. ദൈവമേ, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന പത്രാസ്ത്രങ്ങളും ചുമതലകളും യഥാവിധി നിർവഹിക്കാൻ തക്കവണ്ണം ആവശ്യമായ കൃപകളും ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കാലത്തിനനുസരിച്ച് ആവശ്യമായ ദർശനവും കാഴ്ചപ്പാടുകളും അവിടുന്ന് നൽകി അനുഗ്രഹിക്കണമേ. എല്ലാ ആചാര്യന്മാരെയും സമർപ്പിച്ചിരുന്നു. കർത്താവെ, കരുണയായിരിക്കണമേ. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഇടവകളിൽ അവരെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ആടുകളെ വേണ്ടതിലേക്ക് നിത്യജീവങ്കിലേക്ക് നയിപ്പാൻ തക്കവണ്ണം അവരെ ശക്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സുവിശേഷ പ്രസ്ഥാനങ്ങളെയും എല്ലാ ധ്യാന കേന്ദ്രങ്ങളെയും അവയിൽ കൂടി നടക്കുന്ന ശുശ്രൂഷകളെയും സമർപ്പിച്ചിരുന്നു. നിന്റെ വേല ചെയ്യുന്ന വചനപ്രഘോഷകരെയും വിവിധങ്ങളായ നിലയിൽ വിവിധങ്ങളായ മാധ്യമങ്ങളിൽ കൂടി നിന്റെ വേല ചെയ്യുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചിരുന്നു. കർത്താവെ, നീ കരുണ ചെയ്യണമേ. നിന്റെ വേല നിർവടിയായി നിർവഹിപ്പാൻ തക്കവണ്ണം ആവശ്യമായ കൃപകൾ, അധികമായ കൃപകൾ കൊടുത്ത് അവരെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രോഗികളായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചിരുന്നു. കർത്താവെ, നീ രോഗികളുടെ നല്ല വൈദ്യനും ഔഷധവുമാകുന്നു.
രോഗികൾക്ക് അവിടുന്ന് ആശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദീനത്തിൽ അവയുടെ കിടക്കെ മാറ്റിവരിക്കുന്ന കർത്താവ് നീയാകുന്നവർക്ക് നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വചനവും സൗഖ്യം നൽകുന്നതാണല്ലോ കർത്താവെ. നിന്റെ വചനം അവർക്ക് ഓർമ്മയിൽ വരുത്തി കൊടുത്തുകൊണ്ട് സൗഖ്യം പ്രാപിപ്പാൻ തക്കൊണ്ട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവരെ, മദ്യപാനാസക്തിയുള്ളവരെ എല്ലാവരെയും സമർപ്പിച്ചിരുന്നു. അതിൽ നിന്ന് ഒരു വലിയ മനസ്സാന്തരം വിടുതലും പ്രാപിപ്പാൻ നിന്റെ കൃപ അവരിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ കൃപ കൂടാതെ, കരുണ കൂടാതെ ആർക്കും നിന്റെ അടുക്കിലേക്ക് കടന്നു വരാൻ സാധിക്കുകയില്ലോ. ദൈവമേ, നീ അവരെ നിന്റെ കൃപയിലേക്ക് ആകർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദ്യാർത്ഥി സമൂഹത്തെ സമർപ്പിച്ചിരുന്നു കരുണയായിരിക്കണമേ. യുവതലമുറയെ സമർപ്പിക്കുന്ന കർത്താവെ കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാകാതെ വണ്ണം കർത്താവെ കൊണ്ട് ഇസ്രായേലിലെ 7000 പ്രവാചകന്മാരുടെ ശേഷിപ്പിനെ അവിടുന്ന് സംരക്ഷിച്ചതുപോലെ ദൈവമേ, യുവതലമുറയെ അവിടുന്ന് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിന്നെ അറിഞ്ഞ് ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവെ സഹായിക്കണമേ. പഠിത്തത്തിനനുസരിച്ച് ജോലി ലഭിക്കുവാൻ തക്കവണ്ണം കർത്താവെ ജോലി അന്വേഷിക്കുന്ന ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായിട്ട് വിവാഹം കഴിക്കാൻ തടസ്സങ്ങളുണ്ടായിരിക്കുന്ന ഓരോ മക്കൾക്കും തക്ക തുണയെ നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, വിവിധ ഭാരങ്ങളുമായി ആവശ്യങ്ങളുമായി സമീപിച്ചിരിക്കുന്ന ഞങ്ങളുടെ അറിവിലും പരിചയത്തിലുമുള്ള എല്ലാവരെയും സമർപ്പിച്ചിരുന്നു. കർത്താവ് ഇവിടുന്ന് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലവിധ കഷ്ടപ്പാടുകൾ കൂടി കഴിയുന്നതായ മക്കൾ, ദൈവമേ, സമാധാനമില്ലാതെ കഴിയുന്നതായ മക്കൾ, കർത്താവെ അവരെ എല്ലാവരെയും സമർപ്പിച്ചിരുന്നു. ലോക സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യുദ്ധം നടക്കുന്നതായ മേഖലകളെ ഏൽപ്പിച്ചിരുന്ന കർത്താവെ, നീ സമാധാന പ്രഭുവാണല്ലോ. നിന്റെ സമാധാനം അവരിലേക്ക് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയിലും ഒരു ശാശ്വത സമാധാനം ഉണ്ടാകുവാൻ തക്കവണ്ണം എല്ലാം അവിടുന്ന് ക്രമീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ധ്യാന കേന്ദ്രത്തിനായി നിന്നെ സ്തുതിക്കുന്നു. സമർപ്പിച്ച മകനെ ഏൽപ്പിച്ചിരുന്നു. കർത്താവെ, നിത്യശാന്തി നൽകണമേ. കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നിന്ന് നടക്കുന്നതായ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിച്ചിരുന്നു. കർത്താവെ, സങ്കീർത്തനം 34:3 പറയുന്നത് പോലെ ദൈവമേ, നിന്റെ നാമമഹത്വപ്പെടുപ്പാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്കെല്ലാം നിന്റെ നാമത്തിന് നിന്നെ മഹത്വം വരുത്തുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ വിഷയങ്ങളെയും സമർപ്പിച്ചിരുന്നു. കർത്താവെ, നിന്റെ ഓരോരെയും ഈ ശുശ്രൂഷ നിർവഹിക്കാൻ തക്കവണ്ണം ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, എല്ലാ വിഷയങ്ങളെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കൃപയുടെ കേട്ട് ഉത്തരവരണമേ. ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടുകൂടെയും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയോടുകൂടെയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.